ശിവാനി ഉണ്ടാകണമെന്ന് കണ്ടിട്ട് ഇല്ലെന്നാ തോന്നുന്നു. എന്താ എന്ത് എന്താ എന്ത് എന്താ 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 അല്ല 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 മാമൻ എന്താന്ന് പറഞ്ഞോണ്ട് ഞാൻ എന്താന്ന് ചോദിച്ചു. ഞാൻ എന്താന്ന് പറയാ, നീ എന്നെ എന്താന്ന് പറയൂടാ? ഇല്ല ഇല്ല പറയൂല പറയൂല. നീ നീ ജംഗ്ഷനിൽ കടയിട്ടേക്കുന്ന ഷിബു അല്ലടാ? ഓ മാമൻ അറിയാമോ? പിന്നെ എടാ നിന്നെല്ലാം അവരെല്ലാം അലവലാതെ ഷിബു എന്ന് വിളിക്കുന്നത്. അല്ല അങ്ങനെ അലവലാതെ ഷിബു ഒന്നും വിളിക്കില്ല. ഷിബു റോക്സ്. നീയാണ് ഷിബു റോക്സ്. നീയാണ് ഇവിടെ ചുറ്റിപ്പറ്റി നടന്ന് പ്രശ്നമൊക്കെ ഉണ്ടാക്കണല്ലടാ? അല്ല ഞാൻ പ്രശ്നമൊന്നും ഉണ്ടാക്കൂല. എന്റെ അടുത്ത് ഇങ്ങോട്ട് വന്നാ ഞാനും വെറുതെ വിടൂല, അത്രേ ഉള്ളൂ. ആൺകുട്ടികളെ അങ്ങനെ വേണം കേട്ടാ. പിന്നെ നീ കടയിട്ടിരിക്കല്ലേ ഇവിടെ? ഓ കടയൊക്കെ എങ്ങനെ പോണ്? കട ഗംഭീരമായിട്ട് പോകും. ബിസിനസ് ഒക്കെ ഉണ്ടാ? ബിസിനസ് ഒക്കെ ഉണ്ട്. പുതിയ സാധനം വന്നാ? പുതിയ കിടിലൻ സാധനം വന്നു തന്നെ. മാമ അങ്ങോട്ട് വരാം. കച്ചവടം ഉണ്ടല്ലേ? പിന്നെ കച്ചവടം ഉണ്ട്. പിന്നെ വേറെ കാര്യം ഞാൻ പറയാം. ഇവിടെ ഉള്ളവന്മാർ സ്വഭാവം വെച്ച് പറയണത് നിനക്ക് അറിഞ്ഞൂടാ. കടം കൊടുക്കല് ജീവിതകാലം പിന്നെ തിരിച്ചു വിടില്ല. പറഞ്ഞു മനസ്സിലായില്ല? മനസ്സിലായി. ഞാൻ വരാം. ചെല്ലേ. മാമന് ഫോൺ വേണമെങ്കിൽ ഞാൻ കൊണ്ടുതരാം. തന്നെ ഒരെണ്ണം പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്നു. മാറ്റണമെന്ന് കുറെ ദിവസം കൊണ്ട് വിചാരിക്കുന്നു. മാറ്റിക്കളാ. കിടിലൻ ഫോൺ ഞാൻ തരാം. അത് ഇൻഷ്യൽ എത്ര? ഇൻഷ്യല് മാമനായോണ്ട് ഞാൻ കണ്ടറിഞ്ഞ സാധനം തരാം. അപ്പൊ സീറോ ബാലൻസ്. മാസം വല്ല അടച്ചാ വിളിച്ച് നിന്നെ വിളിച്ചേ? എന്നെയാണ് വിളിച്ച? എന്നെയാണ് വിളിച്ചത്. എന്താ ഒന്നുമില്ല. കളിക്കല്ലേ കാശു? അങ്കിളെ അങ്ങനെ വിളിക്കൂ. നീ എന്താ ഇവിടെ? ഞാൻ വെറുതെ ഇങ്ങനെ നടക്കാൻ വേണ്ടി ഇറങ്ങിയത്. പൊതുവഴിയല്ലേ? അല്ലെന്ന് ഞാൻ പറഞ്ഞു. അല്ലെന്ന് ഞാനും പറഞ്ഞല്ലോ. എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാ ഒന്നെങ്കിൽ നീ ഇവിടെ എന്തിനാ വന്നേന്ന് പറയണം, അല്ലെങ്കിൽ നിനക്ക് എന്നോട് പറയാൻ സൗകര്യം ഇല്ലെന്ന് പറയണം. രണ്ടിന്റെ ഇടക്കെട്ട് നീ പറയില്ലേ? സൗകര്യമില്ല. പറഞ്ഞോണ്ട് അങ്കിൾ എന്തിനാ വന്നേ? അങ്കിള് ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്നാ പോ. വീട്ടിലോട്ട് വന്നയാണെങ്കിൽ അങ്ങോട്ട് വന്നൂടെ? എന്തിനാ ഇവിടെ നിക്കണേ? നിനക്കെന്താ ഭൂതളവിയാടാ? അങ്കിളെ മാമനെ അതിനെ തന്നെ എന്നെയാണ് പോടെ കണ്ട പറഞ്ഞവരും പോണവരും എന്റെ തലയിൽ കയറി നിൽക്കുന്നു. അന്തരേ അങ്ങനെ? അതാണ് സ്വഭാവം. സ്വഭാവമൊക്കെ എനിക്കറിയാം. എടാ പിന്നെ ഒരു കാര്യം അറിയാമോ? ഞാൻ നേരത്തെ ഇങ്ങോട്ട് പോണുണ്ട്. അപ്പൊ ഞാൻ അങ്ങോട്ട് പോവായിരുന്നു. അപ്പൊ ഞാൻ തന്നെ വിളിച്ചത് സംസാരിച്ചേ. നമ്മളെ പയ്യനല്ലേ പോട്ടടേ. എടാ ഞാൻ വരാം, കടലോട്ട് വരാം കേട്ടാ. പോട്ടാ. പിന്നെ പോവാതെ എന്താടാ? ഒന്നുമില്ല, മാമനെ കണ്ടിട്ട്. ഈ ചെറുക്കന് വയ്യല്ലേ? അയ്യോ ഇതൊരു ചൂടപ്പോ. സിദ്ധു പിന്നെ ഇടക്കിടയ്ക്ക് നീ അങ്ങോട്ട് വീട്ടിലോട്ട് പറഞ്ഞടേ. ആരുമില്ല, പാവപ്പെട്ടവനാണ്, ഒറ്റയ്ക്കാണ്, അറിയാല്ല തന്നെ. അളിയാൻ പാവപ്പെട്ടവനെ കണ്ടിട്ടില്ലെങ്കിൽ ദോ കണ്ടോ, വേണമെങ്കിൽ ഒരു ഫോട്ടോ എടുത്ത് വെച്ചോ, ഗൾഫിൽ പോകുമ്പോ അവരെയൊക്കെ കാണിക്കാം. അല്ല പിന്നെ വലിയ പാവപ്പെട്ടവൻ വന്നേക്കണ്. പൊന്നളിയാ, അളയൻ അറിയാത്തോണ്ടാണ്. മാസേ സിംഗപ്പൂരിൽ നിന്ന് വരും ഡോളർ. ആ ഡോളർ കൺവേർട്ട് ചെയ്ത് ഇന്ത്യൻ മണി ആക്കിയിട്ട് കട്ടിന്റെ അടി ഒളിപ്പിച്ചു വെക്കും, മെത്തനടിയില്. നീ വീട്ടിൽ വന്ന് മെത്ത നോക്കി വെക്കാണ് എപ്പോഴെങ്കിലും. അവിടെ ഒന്നുമില്ല, നീ പൊക്കി നോക്കിയാ ചോദിച്ചത്. പിന്നെ സിദ്ധു ഉള്ളത് പറയല്ലേ, പറഞ്ഞാൽ ദാരിദ്ര്യം പറഞ്ഞെന്ന് വിചാരിക്കും. ഉച്ചയ്ക്ക് ഉണ്ടതേ മുളകും പുളിയും കൂടെ വെച്ച് പിടുങ്ങി എല്ലാം കൂടെ എടുത്തു വെച്ചാണ് കഴിച്ചത്. സത്യം പറയാൻ ദാരിദ്ര്യം മക്കളെ. ആരാടാ പ്രാവച്ചമ്പലം പാസിയാണോ? മാമിയല്ലേ? മാമിയായി എന്റെ പൊന്നെ മാമി. മാമി കിടക്കണം. എന്തോ കിടക്കണത്? ഇവിടെ എന്താ കിടക്കണത്? പയറ് പോലെ ഓടി നടന്നല്ലേ മാമിയായി? ഇവിടെ മാമി കിടപ്പില്ല വിവരം നീ എന്താ പറയാത്തത് കേശു? നീ എന്നെ അങ്ങനെ കിടത്താൻ നോക്കല്ലേ. നീ അവിടെ നിന്നാ മതി, ഞാൻ അങ്ങോട്ട് വരാം. അതൊക്കെ ഇറങ്ങി. അയ്യോ ഞാൻ അങ്ങോട്ട് വരാം, നീ സമാധാനത്തോടെ. ഇങ്ങനെ ഓടി നടന്നവര് അതൊക്കെ വരും മാമി, അതൊക്കെ വരും. ഇതെന്തരാണ്? നീ ഒന്നും അടങ്ങിന്നില്ലടാ. ഡേ സിദ്ധു, ഞാൻ ഒരു കാര്യം ചോദിക്കുന്നത് വിചാരിക്കുകയാണ്. നീ അങ്ങ് വീട്ടിലൊന്നും പോവില്ലടേ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത്? ഉള്ള ഒരു കാര്യം ഞാൻ പറയാം, തമാശയ്ക്ക് പറഞ്ഞാണ്. എടേ ഭാര്യ ഗൃഹ പരമസുഖം, 10 ദിവസം കഴിഞ്ഞാൽ പട്ടിക്ക് തുല്യം. ഇതൊക്കെ അറിയാവുന്ന അങ്കളാണ് സ്വന്തം ഭാര്യ വീട്ടിൽ പോയി പെറ്റ് കിടക്കണം അല്ലേ?
എടാ പോടാ, എന്നെ അവിടെ എല്ലാവർക്കും വലിയ കാര്യമാണ്. അതെന്നാ ഭയങ്കര വലിയ കാര്യമാണ്. ഇടയ്ക്ക് നമ്മുടെ പുഷ്പലത ആന്റിയുടെ അമ്മ പറഞ്ഞേ ഇനി മേല നീ ഇങ്ങോട്ട് കയറി പോലെന്ന്. പോടാ, അമ്മായി തമാശ പറയണത്. അവര് ഞാൻ പറഞ്ഞാ ചാവും. മാമി എന്തായാലും വല്ലാണ്ട് ക്ഷീണിച്ചു കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. ഓ ഇവിടെ പിള്ളേരും ഒക്കെ ആയിട്ട് കളിയും ചിരിയും സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടെങ്കിലുവേ പടവലത്തെ കാര്യം ആലോചിക്കുമ്പോൾ വലിയ വിഷമമാണ്. അവിടെയൊക്കെ കാടും പടലവും പിടിച്ച് ഇരുട്ടുകാരി കിടക്കായിരിക്കും. ഒരു കാലഘട്ടത്തിൽ എന്ത് സന്തോഷമായിട്ട് ജീവിച്ച കുടുംബമാണ് ദൈവമേ. ആ മാമി, അവിടെ ചോർച്ചയുണ്ട്. മിക്കവാറും വീട് ഇടിഞ്ഞ് പൊളിഞ്ഞ് തവിട് പൊടിയാവും. കേശു, മക്കളെ ഇടയ്ക്ക് നിങ്ങളാരും കൂടെ അങ്ങോട്ട് പോണേടാ. പോയിരിക്കല്ലേ. എത്ര തലമുറ ജീവിച്ച് നശിച്ച വീടാണെന്നറിയാമോ? അല്ല, എത്ര പേര് ജീവിച്ചതാണ് ഇവിടെ. ചെവി കേൾക്കൂലായിരിക്കും അല്ലേ? അയ്യോ ലച്ചു, ഇതാര്? കുഴിപ്പള്ളത്ത രാജ്ഞി. മക്കൾക്ക് നമ്മളെ കണ്ട അറിയാമോ? മക്കളെ പാവങ്ങളാണ്, കണ്ടറിയാമോ? അപ്പൊ മനഃപൂർവ്വമാണ് എന്നെ മൈൻഡ് ചെയ്യാതിരുന്നത്. നീ എന്താ ചെയ്യുന്ന? ഭർത്താവ് പെട്ടിയിട്ട് പൈസ കൊണ്ടെങ്കിൽ വന്നപ്പോഴത്തേക്ക് നമ്മളെയൊക്കെ മറന്നു. നമ്മളെ കണ്ടാൽ കണ്ണിന് പിടിക്കുന്നില്ല അല്ലേ ലച്ചു? ലച്ചു, ഒരു കാര്യം നീ ഓർമ്മിച്ചോണം. നിന്റെ കല്യാണത്തിനെ ഓടി നടന്നത് എന്റെ കണ്ണുമുമ്പിൽ ഇപ്പോഴും ഇങ്ങനെ നിൽക്കുകയാണ്. മരണ ഓട്ടമായിരുന്നു ഞാനൊക്കെ, അറിയാമോ? പുഷ്പലത കൂപ്പിടുറാங்களா? കൂപ്പിടാറ്. കൂപ്പിട്ടിട്ട് അപ്പായിട്ട് തെറി വിളിച്ചോണ്ടിരിക്കും. അതുപോലല്ലേ ബാസ്യങ്ങൾ പെരുമാറുന്നത്. ഇതാരത്? പാറുവാ? ഞാൻ വിചാരിച്ചു വേറെ ഏതാ വലിയ സ്ത്രീ. അങ്ങോട്ട് താന്നില്ല അവിടെ. എന്തോ അങ്കിളെ വന്ന് കയറിയ ശേഷം മൊത്തം നെഗറ്റീവ് പറഞ്ഞോണ്ടിരിക്കുന്നത്. അതല്ലേ ഞാനും ആലോചിക്കുന്നു. ഇവിടെ കയറി ഭയങ്കര നെഗറ്റീവ് കേട്ടാ. അതങ്ങനാ മോനെ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് ചൊറിഞ്ഞിട്ടേ അങ്ങ് പോകും. അതൊരു ശീലമായി പോയി. തമാശക്ക്. പിന്നെ മാമി, ഞാൻ വേറെ കാര്യം പറയാം. മാമി വല്ലാണ്ടങ്ങ് ക്ഷീണിച്ചോ എട്ടരാശേ? ഓ ഇനിയിപ്പൊ എന്തോ അതിന്റെ ഉയരങ്ങ് എടുത്താ മതിയായിരുന്നു. അമ്മൂമ്മ ആരൊക്കെ ഉണ്ടായാലും ആരും ഇല്ലാത്തതുപോലെ ഒരൊറ്റപ്പെടല്. ഞാൻ ഒരു കാര്യം പറയാം. മാമനൊരു ശല്യമായിരുന്നെങ്കിലും മാമിയെ കൈവെള്ളം കൊണ്ട് കിടക്കുമ്പോഴാണ് നടന്നത്. വലിയ മനുഷ്യനായിരുന്നു മാമൻ. അദ്ദേഹം ഉണ്ടായിരുന്നപ്പം ജീവിതത്തിൽ ഒരു ദുഃഖവും എനിക്ക് അറിയേണ്ടി വന്നിട്ടില്ല. നിങ്ങളിനി എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാൻ ഒരു കാര്യം പറയാം. മാമിക്ക് വല്ലാത്തൊരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യണുണ്ട്. അങ്ങനത്തെ ഇതൊന്നുമില്ല. അമ്മൂമ്മയുടെ ഇന്നത്തെ മൂഡ് ശരിയല്ല, അതുകൊണ്ടാ. എന്റെ മൂടിന് എന്തോ കുഴപ്പം? നീ നിന്റെ ജോലി നോക്കി ഇരുന്നേ. ഓക്കെ, ഞാനൊന്ന് കിടക്കട്ടെ. എനിക്കൊരു വല്ലാത്ത ക്ഷീണം. വെച്ചു പടവലത്ത് നിറഞ്ഞിരുന്ന സ്ത്രീയാണ്. പാറവിടെ വന്നത് ചുരുണ്ട് പണി കിടക്കണ. കേശവേ, ശ്രദ്ധിക്കണടാ. എന്നെ വിളിക്കുന്നേ. പിന്നെ എല്ലാരും ഒന്ന് വിളിച്ചറിയിച്ചേ. എടാ ചുമ്മാ വിളിച്ച് പറയാം മാമിക്ക് വയ്യൊന്ന്. പോണോ? ഓ അമ്മൂമ്മ, ശരിക്കും അമ്മൂമ്മക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിനക്കെന്താ പ്രശ്നം? എനിക്കൊരു പ്രശ്നമില്ല. ഇപ്പൊ ശരി, അടുത്ത് കിടക്കാനും സമ്മതിക്കത്തില്ല. എന്താണ് വിളിയാട്ട് വിളിക്കണേ. ഇതങ്ങനെ കാര്യമാക്കണ്ട. എന്താ നിലച്ചു അത്? ഫോണും കൈവച്ചോണ്ട് വന്നു കഴിഞ്ഞാ പിന്നെ ചുറ്റുള്ള ഒന്നും കാണത്തില്ലല്ലോ. അമ്മമ്മയാണ് ഞാൻ വിചാരിച്ച അലക്കാനുള്ള തുണി ഇട്ടേക്കണേ ആയിരിക്കും. എന്നാണ് പൊതച്ചു കൂട്ടിയൊക്കെ ഇരിക്കണേ. എനിക്ക് ഇങ്ങനെ ഇരിക്കാൻ തോന്നി, അതുകൊണ്ടിരുന്നു. എന്തു പറ്റി? വയ്യേ? പനിയുണ്ടോ? എന്റെ കൊച്ച അങ്ങനെ മാറി ഇരിക്ക്. ഒന്നാമത് ഭയങ്കര ചൂടാണ്. അമ്മമ്മയ്ക്ക് എന്താണ് പ്രശ്നം? ഇങ്ങനെ പൊതച്ചു കൂട്ടിരിക്കണ എന്താ? ഈ ചൂടത്ത് ആരെങ്കിലും ഇങ്ങനെ ഇരിക്കുവോ? ആരും ഇരിക്കത്തില്ല, ഞാനിരിക്കും. നിനക്ക് ഫോൺ ചെയ്യണമെങ്കിൽ ആ മാവിന്റെ മൂട്ടിലോ അല്ലെങ്കിൽ ആ ഊഞ്ഞാലിലോ എവിടെങ്കിലും പോയിരുന്നു ചെയ്തു പോ. അത് ഞാൻ എവിടെയെങ്കിലും പോയിരുന്നു ചെയ്തോളാം. അമ്മമ്മയ്ക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് പറയാം അമ്മൂമ്മ. അല്ലെങ്കിൽ ആ ബാസ്യങ്ങൾ തന്നെ വന്നപ്പോ അമ്മൂമ്മ കിടക്കണിട്ട് എന്തൊക്കെ പറഞ്ഞു? അല്ല ലച്ചു, നിനക്കെന്താ കുഴപ്പം? എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്നാ നിന്റെ ജോലി നോക്കി പോ. ലച്ചു, നീ ഇപ്പൊ എന്റെ കൊച്ചിനെന്തേലും പറഞ്ഞോ? കൊച്ചിനെ ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ. എന്റെ കൊച്ചിനെന്ത് പറഞ്ഞ പോലെ ഞാൻ കേട്ടല്ലോ. ഇല്ലല്ലോ. എന്തുവാ ലച്ചു നിന്റെ പ്രശ്നം? ഏത് നേരെ കൊച്ചിനെ ചുമ്മാ ചൊറണ്ട് നടക്കുക? എടാ, ഞാൻ കൊച്ചിനെ ചൊറിഞ്ഞതല്ല. ഞാൻ അമ്മൂമ്മയുടെ അടുത്ത് കാര്യം ചോദിച്ചതാണ്. കുറെ നേരം കൊണ്ട് ഞാൻ ശ്രദ്ധിക്കാം. ഒന്നില്ലെങ്കിൽ എവിടെയെങ്കിലും ആങ്ങി തൂങ്ങിയിരിക്കും.
അല്ലെങ്കിൽ ഇതേപോലെ പുറച്ചു മൂടിയിരിക്കും. എന്നാ കാര്യം ചോദിച്ചാൽ പറയണ്ടേ, വെറുതെ മനുഷ്യന്റെ ടെൻഷൻ അടിപ്പിക്കാൻ. അമ്മയ്ക്ക് എപ്പോഴും ടെൻഷൻ ആണല്ലോ. ജനലിൽ കൂടെ തൂക്കി ഒറ്റ ഏറി. ആ ഇതാ ഞാൻ പറഞ്ഞേ ഏത് നേരം കൊച്ചിന്റെ പുറകെയാണ്. അത് മാത്രമല്ല അമ്മൂമ്മ, ഞാൻ കുറച്ച് ശ്രദ്ധിച്ചായിരുന്നു. അമ്മൂമ്മയ്ക്ക് എന്തോ വയ്യായ്മ പോലെ എന്തെങ്കിലും ഉണ്ടെ പറയണം കേട്ടോ. ഒന്നുമില്ല മോനെ, മനസ്സിന് എന്തോ ഒരു വിഷമം. പിന്നെ ഇന്നലെ മുതല് പടവലത്തെ കാര്യം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുവാങ്ങ്. മനസ്സിന് വിഷമോ? എന്നാ വാ ആശുപത്രിയിൽ പോവാം, എന്നിട്ട് ഒരു ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്യാം. ഓ തുടങ്ങി. മനസ്സിന് വിഷമം ഉണ്ടെങ്കിലും ബോഡി ചെക്കപ്പ് നടത്തണോ? നിനക്ക് എന്താ ലച്ചു കുഴപ്പം? അമ്മൂമ്മ ആ. പറ, എന്റെ അമ്മൂമ്മക്ക് എന്താണ് വിഷമം? അപ്പൊ പറയും. അമ്മൂമ്മയെ കൊണ്ട് നമ്മളെല്ലാരും കൂടെ പടലത്ത് പോയി കഴിഞ്ഞാൽ അമ്മൂടെ വിഷമം എല്ലാം മാറും. പടലത്ത് പോയി അതേപോലെ നല്ല രസമൊക്കെ ആയിരിക്കും. പോവാമ്മ. അമ്മൂമ്മ പറഞ്ഞാ പോവാം. മക്കളെ, പടവലത്ത് പോയാലേ പഴയ ഒരുപാട് കാര്യങ്ങൾ അമ്മൂമ്മ ഇങ്ങനെ ഓർക്കും. അപ്പൂപ്പൻ ജീവിച്ചിരിക്കുമ്പോ പറയുമായിരുന്നു, എന്റെ കാലശേഷം നീ ആരെയും ആശ്രയിക്കാതെയും ആരെയും ബുദ്ധിമുട്ടിക്കാതെയും ജീവിക്കണമെന്ന്. അതെന്താ അമ്മൂമ്മ അങ്ങനെ ഒരു വർത്തമാനം? അമ്മൂമ്മ ആരെ ആശ്രയിക്കാതെ തന്നെയല്ലേ ജീവിക്കുന്നത്. നമ്മുടെ നിന്ന് ആരുടെ കയ്യിൽ നിന്ന് ഒരു 10 രൂപ പോലും വാങ്ങുന്നുമില്ല. പടവലത്ത് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് അമ്മൂമ്മയുടെ കാര്യങ്ങളും നോക്കുന്നത്. പിന്നെന്താ? അതിന്റെ ചെറിയൊരു അഹങ്കാരം ഉണ്ട്, അതൊഴിച്ച് ബാക്കിയല്ലോ. ലച്ചു, നിനക്ക് എന്താ കുഴപ്പം? എനിക്ക് കുഴപ്പമൊന്നുമില്ല. ചേച്ചി ചേച്ചി ചുമ്മാ ഇവിടെ നലമുണ്ടാക്കാ. ചേച്ചി അടുക്കളോട്ട് പോയാ ചെല്ലി. അടുക്കളയിൽ പോയിട്ട് എന്ത് ചെയ്യാനാ? നിനക്ക് വെച്ചുണ്ടാക്കി തരാനാ? എന്റെ പൊന്നിടാവേ, താ എന്തായാലും ചെയ്യടോ. ചേട്ടാ എന്തല്ലേ ഇത്?